രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായിട്ട് ഒരു പരാതി ലഭിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് MLA സ്ഥാനം രാജിവെക്കുന്നത്? ഇതാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മുന്നിലോട്ട് വെക്കുന്ന ഒരു കവചം എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം രാജിവെച്ചല്ലോ, ഇനി എന്തിനാണ് MLA സ്ഥാനം രാജിവെക്കുന്നത്? അപ്പോൾ ധാർമ്മികതയുടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൽ? അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു ആവശ്യം. കാരണം കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു ധാർമ്മികത ഇല്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ധാർമ്മികത ഉണ്ടെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിട്ടാണ് ഈ പെൺവാണിഭ കേസ്, അതായത് ഐസ്ക്രീം പാർലർ കേസിന് ശേഷം ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു. അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുപ്പിക്കുകയും പിന്നീട് മന്ത്രിയാവുകയും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ, കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭരണമാണ് നടക്കുന്നത് പോലുള്ള ആരോപണം ഉണ്ടായിരുന്നു. പിന്നെന്താ ധാർമ്മികത? കേരള ജനത അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം വന്നത്. അപ്പം നമ്മൾ ഈ ചില ആവശ്യമില്ലാതെ ഈ ധാർമ്മികത എന്താണെന്നുള്ളൊരു അറിയാൻ വയ്യാതെ നമ്മളെല്ലാവരും അത് വിശേഷിച്ച് മാധ്യമപ്രവർത്തകരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഒരു സമയത്ത് പറയും വ്യഭിചാരത്തിന് അങ്ങനെ പറയാൻ പാടില്ല, സെക്സ് വർക്കായിട്ട് പറയണം, അതാണ് പുരോഗമനം. ഇതെല്ലാം ഈ അമേരിക്കൻ സ്റ്റേറ്റ് അവിടെ നിന്ന് കടത്തിവിട്ട സാധനമാണത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ സകല പുരോഗമനത്തിനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഈ അമേരിക്കൻ സ്റ്റേറ്റ്, അവിടെ ഈ ഡീപ്പ് സ്റ്റേറ്റ് കടത്തിവിട്ട സാധനങ്ങളാണ്. അത് അവരുടെ വിപണി വർദ്ധിപ്പിക്കാനും നമ്മളുടെ ഇവിടെ അവരുടെ വിപണി ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാതിരിക്കാനുള്ള പ്രക്രിയയാണ്. അപ്പോൾ ഈ സെക്സ് വർക്കർ ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനെല്ലാം NGOസിനും കാശ് കൊടുത്തിട്ടാണ് ഇതെല്ലാം ഈ രീതിയിലാക്കിയെന്ന് മനസ്സിലാക്കണം. ഇതെന്താ നമ്മുടെ ഈ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള മൈത്രേനില്ലേ, മൈത്രേൻ്റെ പാർട്ട്ണർ ഡോക്ടർ ജയശ്രീയാണ് 1999 തിരുവനന്തപുരത്ത് വെച്ച് കോഴിക്കോട്ട് നിന്നുള്ള കൊമേഴ്സ്യൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഭാഷയെ പറഞ്ഞ സെക്സ് വർക്കേഴ്സിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അങ്ങനെ വേശ്യാവൃത്തി എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നാണ് പറയുന്നത് സാധനം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വന്ന് അവിടെ തിരുവനന്തപുരത്തേക്ക് സംസാരിക്കാനായിട്ട് ഇറങ്ങിയ അന്നത്തെ ദൃശ്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് വന്നിറങ്ങിയിട്ടുള്ള ഈ തൊഴിലിൽ അല്ലെങ്കിൽ ഈ ഒരു വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളൊക്കെ മുഖം മറച്ചുകൊണ്ടാണ് മീറ്റിങ്ങിന് പോയത്. അവർ 2 ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഈ ടെലിവിഷൻ ചാനലിൻ്റെ മുമ്പിൽ വളരെ ഓപ്പൺ എന്ന് മാത്രമല്ല, വളരെ എന്തോ ഒരു അവകാശങ്ങൾ നേടിയതുപോലെ, എന്തോ ഒരു അന്തസ്സ് നേടിയതുപോലെ, അഭിമാനം നേടിയതുപോലെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു വാല്യൂ ഷിഫ്റ്റ് ആണത്. വ്യഭിചാരം എന്നുള്ളത് അന്തസ്സുള്ളൊരു പ്രക്രിയയാണ്. മനസ്സിലായില്ലേ? ഇത് ഒക്ടോവിയോ പാസ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളുടെ ഈ മെക്സിക്കൻ റൈറ്റർ ഇന്ത്യയിൽ അംബാസഡർ ആയിരുന്നപ്പോൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടെ ഡൽഹിയിൽ വനിതാ പ്രവർത്തകരും വിമോചന പ്രവർത്തകരും എല്ലാവരും കൂടെ ഒരു സ്വീകരണം നൽകി. ആ സ്വീകരണം നൽകിയ സമയത്ത് അതിനകത്ത് നമ്മളുടെ ഒരു വനിതാ വിമോചക പ്രവർത്തകർ ചോദിച്ചു, മാഡം, ഹൗ ഡിഡ് യു സോൾവ് ദ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ഇൻ യുവർ കൺട്രി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ലേഡി ഒക്ടോബസ് പറഞ്ഞത് വളരെ സിമ്പിളായിരുന്നു. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വി മെയ്ഡ് ഇറ്റ് യൂണിവേഴ്സൽ. നമ്മളതിനെ സാർവത്രികമാക്കി. ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്, ഇല്ലേ? ഇന്നിപ്പോൾ ചില ബുദ്ധിജീവി പ്രൊഫസർമാർ വനിതകളൊക്കെ വന്നിട്ട് ടെലിവിഷനിൽ ചോദിക്കുന്നുണ്ട്, കൗമാരക്കാർ അവർ പ്രണയിക്കട്ടെ, അവർ സെക്സ് എൻജോയ് ചെയ്യട്ടെ, അല്ലേ? ഇപ്പം നമുക്ക് പഞ്ചായത്ത് തോറും ഇപ്പം ഈ പറഞ്ഞതുപോലെ മറ്റേ കുട്ടികളെ നോക്കേണ്ട വീടുകൾ വേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഇരുനിലകളുടെ മുകളിൽ നിന്ന് ഒരു രാത്രിയിലോ സുപ്രഭാതത്തിലോ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നത് കേരളത്തിൽ വ്യാപകമായി. എത്ര കുട്ടി, ഉദാഹരണത്തിന് പനമ്പള്ളി നാറിൽ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ എഴുത്തെറിഞ്ഞ് താഴെയിട്ട് കൊന്നു. അതെ. മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയും ക്രൂരത ചെയ്യാമോ? ഇത് മനുഷ്യ സ്ത്രീയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത് അവരൊരു വിക്ടിമാണ്, ഒരു സോഷ്യൽ സിറ്റുവേഷൻ്റെ വിക്ടിമാണ് ആ സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ത്രീ ആ പെൺകുട്ടി അനുഭവിച്ചതുപോലുള്ള ഒരു ദുഃഖം സ്വന്തം പ്രസവിക്കുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ സന്തോഷത്തിൽ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ തെരിയത്തില്ല. പക്ഷേ ആ സോഷ്യൽ സിറ്റുവേഷൻ നിലനിൽക്കുന്നത്, ഒരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ പോയി ഇഷ്ടം പോലെ സെക്സ് ആസ്വദിക്കുക, ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. അത് സമൂഹത്തിൻ്റെ ബാധ്യതയല്ലേ? സൊസൈറ്റിയിലേക്ക് ഒരു കുട്ടി അനാഥമായിട്ട് ഇറങ്ങി വരുന്നത് സൊസൈറ്റിക്ക് എപ്പോഴും ഒരു ഭീഷണിയാണ്. കാര്യം അതിനെ ഒരു കുട്ടിയുടെ, ഉദാഹരണത്തിന് ഹിറ്റ്ലർ ഒരു വ്യക്തിയായിരുന്നു,
അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും തമ്മിലുള്ള മോശമായ ബന്ധമാണ് ചരിത്രത്തിൽ എത്ര ദശലക്ഷം പേരെയാണ് പീഡിപ്പിച്ചു പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ് വേണമെന്ന് പറയുന്നത്. അവിടെയൊക്കെയാണ് ധാർമ്മികത വരുന്നത്. ഇത്തരം സംഗതികളെ സമൂഹത്തിൽ നിയന്ത്രിക്കുന്നതിനാണ് ഈ ധാർമ്മികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനം. അത് വളരെ സൂക്ഷ്മമായ സംഗതിയാണ്. ആ സൂക്ഷ്മമായ സംഗതികളിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ തന്നെ വേണം. ആ ശ്രദ്ധ പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ പുരോഗമനം തോന്നും. എന്താണ് വ്യഭിചാരം? വ്യഭിചാരം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നേരായ വഴിയിൽ പോകുന്നതിന് പകരം വളഞ്ഞ വഴി സ്വീകരിക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യഭിചാരത്തിൻ്റെ അർത്ഥം. ഈ കൈക്കൂലി വാങ്ങുന്നത് വ്യഭിചാരമാണ്. അതുപോലെ ഒരു പ്രസ്താവന ചോദിക്കുന്നു. ഇത് ഇപ്പം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഈ വ്യഭിചാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന വാക്കെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. ഉദാഹരണത്തിന് VK ശ്രീകണ്ഠൻ മറ്റേ ഒരു നടിയുടെ വേഷത്തെക്കുറിച്ച് പറഞ്ഞു. ഉടനെ ഇപ്പം ഇന്നിപ്പോൾ വന്ന VD സതീശൻ്റെ പ്രസ്താവനയുണ്ട്. ഞാനത് കേട്ട ഉടനെ VD സതീശനെ വിളിച്ച് പറഞ്ഞു അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അതുകൊണ്ട് തിരുത്താൻ പറഞ്ഞു. തിരുത്തി, പണി കഴിഞ്ഞു. പക്ഷേ VD സതീശൻ്റെ ഉള്ളിൽ അയാളുടെ വൈകാരിക തലത്തിൽ ആ നടിയെ കണ്ടപ്പോൾ തോന്നിയ വികാരമാണ് അയാൾ പറഞ്ഞത്. ഈ പൊളിറ്റിക്കലി പുറത്ത് ഇയാളിത് പറയുന്ന സമയത്ത് ഇയാളുടെ ഉള്ളിൽ തോന്നിയ വികാരം മാറുന്നുണ്ടോ? ഇതാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ പറയുന്നത് പോലെ മൂല്യങ്ങളും വാക്കും അതുപോലെ പ്രവൃത്തിയും തമ്മിൽ യോജിച്ചു പോകണം. ഇല്ലെങ്കിൽ പിന്നെ കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ വാക്ക് ഇപ്പം ഈ നമ്മളുടെ ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ട്. ആ വാക്കെന്ന് വേർഡ് ഈസ് ദ എസൻസ് ഓഫ് മാൻ എന്നാണ് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഭൂമിയുടെ എസൻസ് വെള്ളത്തിൻ്റെ എസൻസ് പ്ലാന്റ്സിന് അതിൽ നിന്ന് പോയിട്ട് ലാസ്റ്റ്ലി എസൻസ് വരുന്നതാണ് ഈ വാക്കെന്ന് പറയുന്നത്. വേർഡ് ഈസ് ദ എസൻസ് ഓഫ് മാൻ. ബൈബിളും പറഞ്ഞതാണ്, ആദിയിൽ വചനമുണ്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പ്രാധാന്യമാണ് വാക്കിനുള്ളത്. നമ്മൾ ഈ പറയുന്ന വാക്കുകൾക്കെല്ലാം പ്രാധാന്യമാണുള്ളത്. ഇന്നിപ്പം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനൊക്കെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്കൂടെ ചില പണി തരൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നേതാക്കന്മാർ നമ്മളെടുത്ത് പറയുന്നത് വാക്കൊന്ന്, യഥാർത്ഥ റിയാലിറ്റി വേറെ. ഇവിടെയാണ് ഈ ധാർമ്മികത നോക്കേണ്ടത്. അല്ലാതെ ഇതേ പ്രശ്നം തന്നെയാണ് ഈ വിഷയത്തിലും വരുന്നത്. ഒരു കാര്യം മറച്ചു വയ്ക്കുന്നു, വേറൊരു കാര്യം പുറത്ത് കാട്ടുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, പിടിക്കപ്പെടാത്ത കുറ്റം പാപമല്ല. കാര്യം നമ്മളിന്നിപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ കാണുന്ന പല പ്രതിമകൾ കാണാറുണ്ട്. ഈ പ്രതിമകളൊക്കെ ചിലതൊക്കെ വളരെ അടുത്ത കാലത്ത് വന്ന പ്രതിമകളുണ്ട്. ഈ പ്രതിമകളൊക്കെ അവരുടെയൊക്കെ ഈ ജീവിതം നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എത്രയോ ഇരട്ടി മാങ്കൂട്ടത്തിൽ കാണിച്ച ആൾക്കാരാണെന്നറിയാമോ? ഇപ്പം ഞാനൊക്കെ എൻ്റെ മാധ്യമപ്രവർത്തനം തുടക്കത്തിൽ അന്ന് ചില സീനിയർ പത്രലേഖകരുടെ കൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഇരിക്കും. ഇപ്പം ഞാൻ മദ്യപിക്കത്തില്ലെങ്കിലും അവരുടെ കൂടിയിരുന്നിട്ടുണ്ട്. ഇവർ മദ്യപിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് കേരളത്തിലെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭമതികളായ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഇവരും, അന്നത്തെ പത്രലേഖകർ എന്നൊക്കെ പറഞ്ഞാൽ ഈ വളരെ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലെ പത്രത്തിലെ പ്രസിദ്ധന്മാരെല്ലാം സ്റ്റാറുകളായിരുന്നു, സൂപ്പർ സ്റ്റാറുകളായിരുന്നു. അപ്പം ഇവരും പോയി. ഈ രാഷ്ട്രീയക്കാരൊക്കെ അന്ന് പത്രക്കാരുടെ അടുത്തേക്ക് പോകുമായിരുന്നു. ഇന്നാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും കൂടെ പോയിട്ട് നടത്തിയിട്ടുള്ള സാഹസിക കഥകൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കതൊന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഇപ്പം എന്തിനാ പറയുന്നത്, നമ്മുടെ നിലവിൽ ഇപ്പം ഇരിക്കുന്ന ഈ ജനപ്രതിനിധികളായിരിക്കുന്ന ആൾക്കാരെ നോക്കുക. കേന്ദ്രത്തിലാണെങ്കിലും അതല്ലെങ്കിൽ MP മാരായിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും MLA മാരാണെങ്കിലും ഇതെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് കണക്കല്ല, ഔദ്യോഗികമായിട്ട് കേസും ഉണ്ടായിരുന്നു. സിനിജി പറഞ്ഞത് നമുക്ക് കേസ് ഉണ്ടായിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ധാർമ്മിക മൂല്യം ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മലയാളികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ നിയമസഭ തന്നെ ആ യഥാർത്ഥ ധാർമ്മികതയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിയമസഭ ചിലപ്പോൾ കൂടാൻ കോറം തികയാതെ വരും. ആ ഒരവസ്ഥയിലേക്കാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് രാഹുൽ രാജിവെക്കണ്ട. ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഒരു മലയാളി മനസ്സിലാക്കണം, ഇതാണ് എൻ്റെ ധാർമ്മികത. ഈ റിയാലിറ്റി അംഗീകരിക്കണം. ഇതിപ്പോ നമ്മൾ ഇന്ന് കാണുന്ന ഈ കേരളത്തിന്റെ വിവാഹമോചന കേസുകൾ കൂടുന്നു. പിന്നെ 2 കുട്ടികളുള്ള ഒരു സ്ത്രീ ബംഗാളിലൂടെ ഒളിച്ചോടി പോകുന്നു, അല്ലേ? പെൺകുട്ടികളൊന്നും കല്യാണത്തിന് തയ്യാറാവുന്നില്ല. ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഈ ഒരു പ്രശ്നം തന്നെയാണ്.
അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട്, കാരണം നമ്മളെ ഇന്ന് മലയാളിയുടെ മൂല്യവ്യവസ്ഥ അനുസരിച്ച് മലയാളിയെ പ്രതിനിധീകരിക്കാൻ സർവ്വഥാ യോഗ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.